ബുക്ക് വായിക്കാറുണ്ട്, ഞാൻ ബുക്ക് വായിക്കുകയാണ്, ഞാൻ ബുക്ക് വായിച്ചു, ഞാൻ ബുക്ക് വായിക്കും. ഇങ്ങനത്തെ ഉള്ള സെന്റൻസുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളതാണ് അല്ലേ? സോ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഞാൻ ബുക്ക് വായിക്കാറുണ്ട്, അതെങ്ങനെ നമുക്ക് പറയാം? നമുക്ക് ഐ റീഡ് ബുക്സ് എന്ന് പറയാം. ഐ റീഡ് ബുക്സ്. ഇനി ഞാൻ ബുക്ക് വായിക്കുകയാണ്, വിച്ച് മീൻസ് ദാറ്റ് ആക്ഷൻ ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇപ്പോൾ ബുക്ക് വായിക്കുകയെന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതെങ്ങനെ പറയാം? ഐ ആം റീഡിങ് എ ബുക്ക്. ഐ ആം റീഡിങ് എ ബുക്ക്. വായിക്കുകയാണ് എന്നുള്ളതിനാണ് ഇവിടെ നമ്മൾ ആം റീഡിങ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഞാൻ ബുക്ക് വായിക്കും. അതായത് വായിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ നമുക്കതിന് എങ്ങനെ പറയാം? ഐ റെഡ് എ ബുക്ക് എന്ന് പറയാം. ഐ റെഡ് എ ബുക്ക്. ഞാൻ ബുക്ക് വായിച്ചു. ഇവിടെ വായിച്ചു എന്നുള്ളതിനാണ് നമ്മൾ റെഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ RED നമ്മൾ റെഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക, റീഡ് അല്ല. പിന്നെ റെഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യണം. റെഡ് എന്ന് പറയുമ്പോൾ V2 ഫോം ഓഫ് റീഡ് ആണ്. ഓക്കെ, അടുത്തത് ഞാൻ ബുക്ക് വായിക്കും. വായിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു ആക്ഷൻ ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കാൻ പോവുകയാണ്. അതായത് അത് ഫ്യൂച്ചർ ആണ് അല്ലെ? അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാം? ഐ വിൽ റീഡ് എ ബുക്ക്. ഐ വിൽ റീഡ് എ ബുക്ക് എന്ന് പറയാം. അതായത് വായിക്കും എന്നുള്ളതിനാണ് ഇവിടെ വിൽ റീഡ് കൊടുത്തിരിക്കുന്നത്.